ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 17 മെയ് 2021 ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻറ്റ് ന്യൂസ് ഇൻഫർമേഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഇന്ന് ക്വാർട്ടർ 4 റിസൾട്ട് വരുന്ന കമ്പനികളിലേക്കാണ്. ഭാരതി എയർടെൽ, ഫെഡറൽ ബാങ്ക്, കോൾഗേറ്റീവ് പാമോലീവ്, ഗ്ലാൻഡ് ഫാർമ, സൺ ഫാർമ, 3i ഇൻഫോടെക്, അതുപോലെ തന്നെ ഓറിയൻ സിമെൻറ്റ് എന്നീ കമ്പനികൾ കൂടാതെ പ്രകാശ് പൈപ്പ്, സുബെക്സ്, കൂടാതെ ഗോൾഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്നീ കമ്പനികളുടെ എല്ലാം ക്വാർട്ടർ 4 റിസൾട്ടാണ് ഇന്ന് വരുന്നത്. അതുകൂടാതെ പ്രീവിയസ്ലി ക്വാർട്ടർ 4 റിസൾട്ട് വന്ന കമ്പനികളുടെ ഇമ്പാക്റ്റും നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിക്കും. L&Tയുടെ ക്വാർട്ടർ 4 റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 3197 കോടിയിൽ നിന്നും 3293 കോടിയായി ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട്. റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 44,245 കോടിയിൽ നിന്നും 48,087 കോടിയായി റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. സിപ്ലയുടെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 239 കോടിയിൽ നിന്നും 411 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. റവന്യൂ 4,376 കോടിയിൽ നിന്നും 4,606 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വിക്ക് ഹീൽ ടെക്നോളജീസിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 7 കോടിയിൽ നിന്നും 39 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 64 കോടിയിൽ നിന്നും 105 കോടിയായി റവന്യൂ ഉയർന്നിട്ടുണ്ട്. ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 19 കോടിയിൽ നിന്നും 37 കോടിയായി മാറിയിട്ടുണ്ട്. റവന്യൂ നോക്കുകയാണെങ്കിൽ 82 കോടിയിൽ നിന്നും 121 കോടിയായി റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. ജയന്ത് ആഗ്രോ ഓർഗാനിക്സിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 7 കോടിയിൽ നിന്നും 24 കോടിയായി മാറിയിട്ടുണ്ട്. റവന്യൂ 430 കോടിയിൽ നിന്നും 484 കോടിയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാംഗ്ലൂർ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ ഡിക്ലൈൻ ആണ് കാണാൻ സാധിക്കുന്നത്. 23.87 കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 14.72 കോടിയായി ഡിക്ലൈൻ ചെയ്യുകയും റവന്യൂ 563 കോടിയിൽ നിന്നും ഉയർന്ന് 598 കോടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. രാമകൃഷ്ണ ഫോർഗിങ്സിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ്, അതായത് പ്രീവിയസ് ക്വാർട്ടർ 4ൽ ഈ കമ്പനി 7 കോടി രൂപയുടെ ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഇതിപ്പോൾ 33 കോടി രൂപയുടെ പ്രോഫിറ്റായി ഉയർന്നിട്ടുണ്ട്. റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 239 കോടിയിൽ നിന്നും 520 കോടിയായി റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. ടേസ്റ്റി ബൈറ്റിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 8 കോടിയിൽ നിന്നും 13 കോടിയായി ഉയർന്നിട്ടുണ്ട്. റവന്യൂ 115 കോടിയിൽ നിന്നും 121 കോടിയായി മാറിയിട്ടുണ്ട്. ആരതി ഡ്രഗ്സിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 58 കോടിയിൽ നിന്നും ഡിക്ലൈൻ ചെയ്ത് 51.7 കോടിയായി മാറിയിട്ടുണ്ട്. റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 449 കോടിയിൽ നിന്നും ഉയർന്ന് 501 കോടിയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡീസിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ 27% ഡിക്ലൈൻ ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് 554 കോടിയായി മാറിയിട്ടുണ്ട്. റവന്യൂ 6% വർദ്ധിച്ച് 4,728 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. AB ക്യാപിറ്റലിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾക്ക് ഏകദേശം 162 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. റവന്യൂ 16% വർദ്ധിച്ച് 5,586 കോടിയായി മാറിയിട്ടുണ്ട്. SKF ഇന്ത്യയുടെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 65% ഡിക്ലൈനോട് കൂടി 104 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കാണിച്ചിരിക്കുന്നത്. റവന്യൂ 68% ഉയർന്ന് 847 കോടിയായി മാറിയിട്ടുണ്ട്. കൂടാതെ കമ്പനി 14 രൂപ 5 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻഡിഗോ പെയിൻസിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 9% ഡിക്ലൈനോട് കൂടി 24.9 കോടി എന്ന ലെവലിലേക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്തുകയും റവന്യൂ 4% വർദ്ധിച്ച് 2,284 കോടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. എസ്കോട്ട്സിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ 124% വർധനവോടുകൂടി 285 കോടി രൂപയായിട്ടുണ്ട് പ്രോഫിറ്റ്. റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 60% വർധനവോടുകൂടി 2,228 കോടി രൂപയുടെ റവന്യൂ ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്പനി 5 രൂപയുടെ ഫൈനൽ ഡിവിഡൻഡും 2.5 രൂപയുടെ സ്പെഷ്യൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ കമ്പനികളിലെ സ്റ്റേക്ക് ഹോൾഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യാരി ഡിജിറ്റൽ ഇൻ്റഗ്രേറ്റഡ് സർവീസ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ PNBS പരിബാസ് ആട്രിച്ച് ഏകദേശം 10 ലക്ഷം ഷെയറുകൾ 91 രൂപ 20 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രമുഖ ഇൻവെസ്റ്റിംഗ് ഗ്രൂപ്പായ മോർഗൻ സ്റ്റാൻലി ഈ കമ്പനിയുടെ ഏകദേശം 9 ലക്ഷം ഷെയറുകൾ 91 രൂപ 15 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തിട്ടുണ്ട്. പ്രമുഖ ഇൻവെസ്റ്റിംഗ് ഗ്രൂപ്പായ TIMF യാരി ഡിജിറ്റൽ ഇൻ്റഗ്രേറ്റഡ് സർവീസ് എന്ന കമ്പനിയുടെ 10
19 ലക്ഷം ഷെയറുകൾ 90 രൂപ 90 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഇൻവെസ്റ്റിംഗ് ഗ്രൂപ്പായ LRI ഇന്ത്യ എന്ന ഇൻവെസ്റ്റിംഗ് ഗ്രൂപ്പ് റോസൽ ഇന്ത്യയുടെ 5.15 ലക്ഷം ഷെയറുകൾ 126 രൂപ 45 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തിട്ടുണ്ട്. കാംലിൻ ഫിനാൻഷ്യൽ സർവീസ് ആൽഗൽ ആർ ന്യൂട്ര ഫാർമ ലിമിറ്റഡ് എന്ന തമിഴ്നാട് ബേസ്ഡ് കമ്പനിയുടെ 69% സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്തിട്ടുണ്ട്. ഇതുവഴി കാംലിൻ ഫിനാൻഷ്യൽ സർവീസിന് ആൽഗൽ ആർ ന്യൂട്ര ഫാർമ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഏകദേശം 80% കൂടുതൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. PNB ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബാങ്കിൻ്റെ ക്യാപിറ്റൽ റേസിംഗ് കമ്മിറ്റി ഏകദേശം 1799 കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടി ഈ കമ്പനിയുടെ 53 കോടി ഷെയറുകൾ 33 രൂപ 75 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അനുപം രസായൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ക്യാപ്റ്റീവ് സോളാർ പവർ പ്രോജക്റ്റ് പ്രകാരം ഈ കമ്പനി 12.5 മെഗാവാട്ടിൻ്റെ DC പവർ കപ്പാസിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സോളാർ എനർജി KPL ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഡീലിൻ്റെ കോസ്റ്റ് 43 കോടി രൂപയുടെ ഡീൽ കോസ്റ്റാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ PI ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തെലങ്കാന ഗവൺമെൻറ് ഹെർബിസൈഡ് ഗ്ലൈഫോസ്ഫേറ്റ് അഗ്രികൾച്ചർ യൂസിന് ബാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് മൂലം PI ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഫോൾ നമ്മൾക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിച്ചു. VST ട്രില്ലേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ VST ട്രില്ലേഴ്സിൻ്റെ ബാംഗ്ലൂരിലുള്ള ട്രാക്ടർ ഫാക്ടറി തമിഴ്നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഫലമായി ബാംഗ്ലൂരിലുള്ള ഫാക്ടറിയിൽ വർക്ക് ചെയ്തിരുന്ന എലിജിബിൾ വർക്ക്മാന് കമ്പനി VRS അനുവദിച്ചിട്ടുണ്ട്. നീതി ആയോഗ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ മാർക്കറ്റിൽ ഒരു സ്റ്റിമുലസ് പാക്ക് നീതി ആയോഗിൻ്റെ സൈഡിൽ നിന്നും കാണാൻ സാധിക്കും എന്നാണ് അറിയപ്പെടുന്നത്. ടാറ്റ മോട്ടോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് ടാറ്റ മോട്ടോഴ്സിൻ്റെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് റേറ്റിംഗിൽ നിന്നും സ്റ്റേബിൾ റേറ്റിംഗ് ആണ് ടാറ്റ മോട്ടോഴ്സിന് നൽകിയത്. വെൽപ്സൺ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനി ഏകദേശം 120 രൂപയുടെ ഫ്ലോർ പ്രൈസിൽ കമ്പനി ബൈബാക്ക് ഓഫറുമായി എത്തിയിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 100 രൂപയാണ്. ഈ ബൈബാക്കിൽ റീറ്റെയിൽ കോട്ട നോക്കുകയാണെങ്കിൽ ഏകദേശം 25 ലക്ഷത്തോളം വലിയ റീറ്റെയിൽ കോട്ട കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇൻഫോസിസിൻ്റെ ബൈബാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇൻഫോസിസിൻ്റെ ബൈബാക്ക് ഒരു ഓപ്പൺ മാർക്കറ്റ് ബൈബാക്കാണ്. അതായത് ഈ ബൈബാക്കിൽ ഒരു പ്രത്യേക ഡേറ്റ് ബേസ് ആയിട്ടുള്ള ഒരു ടെൻഡർ റൂട്ട് ബൈബാക്ക് അല്ല. അതുകൊണ്ട് മാർക്കറ്റിൽ അതായത് എപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫ്ലോർ പ്രൈസിലേക്ക് എത്തുന്നു അപ്പോൾ ഈ കമ്പനി അതിൻ്റെ ഷെയറുകൾ അക്വിസിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്